എപ്പോഴും പെണ്ണുങ്ങളെ കണ്ടവർ നോക്കണം. ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാരുണ്ടാവും. കണ്ണിനെ ഒരിക്കൽ സൂക്ഷിച്ചു, ഞാൻ നോക്കൂല കുറച്ചവനെ, എന്റെ കണ്ണിനെ അസ്തഗ്ഫിറുല്ലാഹ് കുറച്ചവനെ ഉണ്ടാക്കണേ. രണ്ടാമതൊരിക്കലും തോന്നി അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി, ഞാൻ എന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ കുറച്ചവനെ, നീ എനിക്ക് കൂലി തരാൻ അവസരം തന്നിരിക്കല്ലേ. തിന്മ ചെയ്യാതിരിക്കുന്ന കൂലിയാണ്. അത് തിന്മ ഉണ്ടെങ്കിലല്ലേ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അതൊരു വിഷയം അവിടെ. തിന്മയിൽ പോലും അല്ലാഹു നമുക്ക് കൂലി തരാ. എന്തേ? അത് നിങ്ങൾ ചെയ്യാതിരുന്ന കൂലിണ്ട്. അങ്ങനെ 7 ദിവസം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി തുടർച്ചയായ ഒരു തിന്മയെ ഉപേക്ഷിച്ചാൽ 7 പ്രാവശ്യം അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട ഒരു തിന്മ കൊണ്ട് പിന്നെ അല്ലാഹു ആ മനുഷ്യനെ പരീക്ഷിക്കില്ലെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷിച്ചു നോക്കി. ഖുർആനിൽ തുടങ്ങി 7 ദിവസം നോക്കി, പിന്നെ നിർത്താൻ പറ്റില്ല. ഖുർആന്റെ മധുരം അറിഞ്ഞാൽ, ഖുർആന്റെ മധുരം അറിയാത്തതുകൊണ്ടാണ്. എന്താ ചെയ്യാൻ? അറിഞ്ഞിട്ടല്ല, അറിയാത്തത് കൊണ്ടാണ്. ഒന്ന് അറിഞ്ഞു നോക്കി. ഒന്ന് എല്ലാം പരീക്ഷിക്കുന്നില്ല, ഒന്ന് ട്രൈ ചെയ്യും. രണ്ടാമത്തേത് വയറ് നിറച്ച് ഭക്ഷിക്കല്ലേ. ഭക്ഷണം ഒന്ന് ചുരുക്കി. കല്യാണങ്ങളും സദ്യകളും മംഗലങ്ങളും അല്ലേ, ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനുമുള്ള അവസരങ്ങൾ എമ്പാടും അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്ത നാടാന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കാസർഗോഡ് പ്രദേശങ്ങളൊക്കെ. അല്ലാഹുവിന്റെ മഹാന്മാരും ആരിഫീങ്ങളൊക്കെ മിനിമം ഓരോ മഹല്ലിലും എന്ന പോലെ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലാഹു നിഅമത്ത് തരുന്നത്. അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മളതൊന്ന് കളിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു അദാബാക്കും. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. ഇന്ന ശദ്ദന്നാസി ജൂഅൻ യൗമൽ ഖിയാമത്തി അക്സറുഹും ജശഅൻ ഫിദ്ദുനിയാ. ഇവിടെ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം മിനിമം, ഭക്ഷണം ചുരുക്കുക. വയറിന്റെ മൂന്നിൽ നിന്ന് ഭക്ഷിക്കുക എന്ന സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നതല്ലേ. 50 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ് തങ്ങൾ 17 യുദ്ധം ചെയ്ത്. 50 വയസ്സ് കഴിഞ്ഞിട്ട്. നമുക്ക് 50 വയസ്സുള്ളവരാത്ത കാസർഗോഡ് പോയി നടന്നാൻ പറ്റുമോ? നമ്മളെ ബദരിയാവട്ടിലൊക്കെ പോയിട്ട് നടന്നാൻ പറ്റുമോ? കഴിയോ? ആംബുലൻസ് കൊണ്ടുവരും അല്ലേ? നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. നിമിതങ്ങൾ 17ഓളം യുദ്ധം ചെയ്തിട്ട് 40-ലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആരോഗ്യം ഉണ്ടായിരുന്നു. നിമിതങ്ങൾക്ക് കുടവയറില്ലായിരുന്നു. തങ്ങളുടെ ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു തങ്ങളുടെ. 14 കിലോ ഭാരം വരും അന്നത്തെ ഒരു പടയും. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇരുമ്പിന്റെ പടയെങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയിരുന്ന 14 കിലോ ഭാരം വരും. അത് ധരിച്ചിട്ട് വേണം 80 വയസ്സുള്ള തങ്ങൾ പോവാൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറ്റുമോ? പഞ്ചാരച്ചാക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വേണം ഓട്ടോറിക്ഷ. നിങ്ങൾ വയറിനെ സൂക്ഷിച്ചാൽ പിശാച് നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാൻ, പിശാചിന് നിങ്ങളെ കണ്ണിനെ വഞ്ചിക്കാൻ കഴിയില്ല. വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത്. വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത്. മഹാനായ ഇമാം ഗസാലി തങ്ങൾക്ക്, അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഭയങ്കരമായ ഒരു വാക്കുണ്ട്. മനുഷ്യന്റെ വയറിന്റെ വിശന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന, പിന്നെ ഒന്നിനും ആവശ്യമില്ല. വിശപ്പടങ്ങി വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. പിന്നെ അത് വേണം, ഇത് വേണം, അത് പിടിക്കണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും. വയറിന്റെ വിശന്നാൽ അവയവങ്ങളുടെ വിശപ്പൊക്കെ തീർന്നു. അതുകൊണ്ടാണ് നോമ്പിന്റെ വലിയൊരു മഹത്വം അതാണ്. നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ വയറ് നിറച്ച് ഭക്ഷിക്കല്ലേ. നന്നാവാനുള്ള മാർഗം പറഞ്ഞത്. മൂന്നാമത്തേത് രാത്രികാലത്തുള്ള നിസ്കാരമാണ്. രാത്രികാലത്തുള്ള നിസ്കാരം. അത്താഴ നേരത്തിൽ അല്ലാഹുവിലേക്ക് മുന്നിട്ട് പടച്ചവനെ മാപ്പ് തരണേ എന്ന് സുബ്ഹി നേരത്ത് അല്ലാഹുവിലേക്ക് മുന്നിടണം. സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് സഹർ. ആ നേരത്ത് പടച്ചവനെ മാപ്പുതാ, മാപ്പുതാ, പടച്ചവനെ പുറത്തുതാ. ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അല്ലാഹുവിനോട് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് വുദൂ ചെയ്ത് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് യാ അല്ലാഹ് സുബ്ഹിയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം. അല്ലാഹുവിന് വേണ്ടി ആ അത്താഴ നേരത്തെ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചോ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ
ഇൻഷാ അല്ലാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോ, ഉറപ്പ് ഉത്തരം തരും. അനുഭവിച്ചറിയാനുള്ള വിഷയമാണ്. നിങ്ങൾ അത് പറഞ്ഞത് മനസ്സിലാവില്ല. അനുഭവിച്ചറിയണം. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കും, ഒരു മിനിമം അരമണിക്കൂർ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കും. ആരും അറിയാത്ത അത് മറ്റൊരു വാട്സാപ്പിൽ ഇവിടെ ഉണ്ടായി. ഞാൻ സുബഹിക്ക് നിശ്ചയിക്കുകയാണ് അല്ലേ. അപ്പൊ മറ്റൊരു അപ്പൊ ഒരു ഫോൺ വിളി. അപ്പൊ ചെന്നൈ ഉറങ്ങിയിട്ടില്ല, ഞാൻ താജസ്ക്ക് എഴുന്നേറ്റതാ, കഴിഞ്ഞ് നിന്റെ കൂലി. ഇതൊന്നും പറയാൻ നിൽക്കണ്ട, സ്വകാര്യാക്കി വെക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ പൂഴ്ത്തി വെക്കണില്ലേ? തെറ്റൊക്കെ പൂഴ്ത്തി വെക്കണില്ലേ? നിന്റെ കുറെ നന്മകളും കുറച്ച് പൂഴ്ത്തി വെക്കാറുണ്ട്. നല്ലതാ. അഹങ്കാരമില്ല, അല്ലെങ്കിൽ ഞാൻ തരക്കേടില്ലല്ലോ നമുക്ക് തോന്നിയാലേ ആകെ പൊളിഞ്ഞു തകർന്നു പോയി പോകും. ഞാൻ തരക്കേടില്ല എന്ന് തോന്നുന്നത് ഹൃദയത്തിൽ വരുന്ന അഹങ്കാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖിയാമുൽ ലൈൽ വതളറു ഇൻദ അസ്സഹരി, താഴെ നേരത്തെ അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്ക്. ആ നേരത്തെ തോന്നിവാസം കാണുന്ന മക്കളെ പറ്റി എന്താ നീ പറയാ? രാത്രി ഉറങ്ങാത്ത കുറെ ആളുകളുണ്ട്. റോഡിലൂടെ നടക്കുന്ന ശുനകന്മാരുടെ സ്വഭാവം. ശുനകന്മാർ മനസ്സിലായോ? കൽബ്, കിലാബ്, ഡോഗ്സ്. മലയാളത്തില് മച്ച മലയാളം പറഞ്ഞാൽ മോശം ചീത്തറിയാൻ വിചാരിക്കും. ശുനകൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ മക്കള് കൂടെ ഉണ്ടാകുമ്പോൾ നാട്ടിലെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതേപോലെ നായകളെ റോട്ടിൽ കണ്ടപ്പോ പറഞ്ഞു ശുനകന്മാർ. എന്റെ ചെറിയ മോനെ കണ്ട എപ്പോഴും അപ്പൊ ഈ ശുനകൻ എന്ന് പറയാം. കുട്ടി വിചാരിച്ചു തന്നെയാണ് നായന്റെ പേര്. ഇപ്പൊ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. ചീത്ത പറയുകയാണെങ്കിൽ ശുനകൻ എന്നല്ലേ പറയുള്ളൂ. അത് ചീത്ത ഒന്നും അറിയില്ലല്ലോ. അത് നല്ലതാണ്. ഉറങ്ങാതെ നടക്കുന്ന ചില മക്കളുണ്ട്. രാത്രി വൈകിട്ടാ കയറി വരുന്നത്. മൂത്ത ജ്യേഷ്ഠൻ വരും രാത്രി 12 മണിക്ക്. അവന്റെ നേരെ താഴെ വരും രാത്രി 1 മണിക്ക്. പിന്നെ വളരെ ചെറിയ 16 വയസ്സുള്ള 5 വരും രാത്രി 3 മണിക്ക്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വയസ്സ് കുറയും തോറും ലേറ്റായി വരാം. കുറെ ആക്ടിവിറ്റി ചെയ്തിട്ടാണ് നേരെ നോക്കുമ്പോഴേക്ക്. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. പകലാകുന്നതിന് സുബഹിക്ക് പങ്കുകൊടുക്കുന്നതിന് മുമ്പ് അത്താഴ നേരമാകുമ്പോൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. ലോകകപ്പ് കാണാൻ വേണ്ടി, അതിന്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തന്റെ കൈക്കുമ്പിളിൽ കോഫിയുമായി പിടിച്ചിട്ട് നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ, അല്ലാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കൂലേ? മറ്റവന്റെ കാലുകൊണ്ട് ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരെ എന്ത് മറുപടി അല്ലാഹു കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ, റൂം അടച്ചുപൂട്ടി കിടക്കുന്ന സഹോദര, നീ ഒറ്റക്കാണെന്ന് വിചാരിക്കല്ലേ. ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ, ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ. അല്ലാഹു ഒരു അനുഗ്രഹം തന്നോട്ടോ. എന്റെ അമ്മവും വാപ്പയും ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോയി, ഞാൻ ഒറ്റക്കാണ്. ഞാൻ എന്റെ റബ്ബ് ഒറ്റക്ക് നടക്കട്ടെ, എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ. ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല. ഞാൻ എന്റെ റബ്ബിനോട് എടുക്കട്ടെ. അതിനുവേണ്ടി അല്ലാഹു എനിക്ക് സൗകര്യം ചെയ്തു തന്നതാണ്. ഞാൻ കുറെ നന്മ ചെയ്യട്ടെ. ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഞാനൊരു 500 തവണയെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് ഓതാൻ നേരമുണ്ടോ നോക്കട്ടെ, കുറച്ച് ഖുർആൻ ഓതട്ടെ. ഞാനും അല്ലാഹു ഒറ്റക്കായല്ലോ. ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഞാൻ ഒറ്റക്ക് എന്ത് തോന്നിയോ ഒറ്റക്കാവുന്നില്ലല്ലോ. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن عليك رقيب. നിന്റെ കൂടെ അല്ലാഹുണ്ട്, അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനെ നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. അടിയറ പറയാം, മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത്. എങ്ങനെ? നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത്. നീ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കുഫറല്ലേ, അത് കാഫിറല്ലേ എന്ന് ചിന്തിക്കുള്ളൂ. പിന്നെ എങ്ങനെ മുമ്പിന് തെറ്റ് ചെയ്യാ? തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണ്ടേ? അങ്ങനെ ശുനകന്മാരെ പോലെ അങ്ങാടി ചുറ്റി വരുന്ന ചെറുപ്പക്കാരെ, പാതിരാ
മാത്രമല്ല ഇശാ കഴിഞ്ഞാൽ ഇൽമു പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്ലഹത്ത് ചർച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യന് ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത്. സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന 3 എക്സ്ക്യൂസുകൾ. ഒന്ന് ഇൽമു പഠിക്കാൻ. ആ പഠിത്തത്തിലായി അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇൽമു പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ചു ഇശാന് ശേഷം. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തന്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല. ഇശാ കഴിഞ്ഞിട്ടായിക്കോട്ടെ എന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ ഭർത്താവിന് കുഴപ്പമില്ല. പിന്നെ ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഇശാന്റെ മുമ്പ് നേരം കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം. ഇശാ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. മസ്ലഹത്തിന് വേണ്ടി മഫ്സദത്തിന് വേണ്ടിയല്ല. ഇതല്ലാതെ ഉറപ്പൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ്. എന്നിട്ട് ഉന്മേഷത്തോടു കൂടെ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പറ്റും അല്ലേ? പാതിരാത്രി വരെ TV കണ്ട് അങ്ങനെ കിടക്കുക, റിമോട്ട് കൈ പിടിച്ചോണ്ട് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഉറങ്ങിപ്പോയി. എന്റെ മുന്നിനെ മലക്കുൽ മൗത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ സ്ക്രീനിന്റെ അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരിക. നീ നല്ലത് കണ്ടോ, അള്ളാന്റെ നന്മയുടെ മലക്ക്, റഹ്മത്തിന്റെ മലക്ക് വരെ. അല്ലേ നീ കണ്ടത് സീരിയൽ സിനിമ കണ്ടിട്ട് കടന്ന തോന്നിവാസം കൊണ്ട് കടന്നതാണ്. നീ അവസാനം കണ്ടത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങൾ കണക്കാക്കുന്നത്. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ സബാനിയത്തിന്റെ അദാബിന്റെ മലക്കുകളാ നിന്നെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരാം. TV കണ്ടിട്ടൊന്നും ഉറങ്ങണ്ട, പൂട്ടി വെച്ച് ദിക്ർ ചൊല്ലി കിടന്നോ, ബിസ്മിക റബ്ബി ചൊല്ലി കിടന്നോ, ആയത്തുൽ കുർസി ഓതിക്കോ. ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിക്കോ. 33 സുബ്ഹാനല്ലാഹി, 33 അൽഹംദുലില്ലാഹി, 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലി കിടന്നോ. ഇതൊക്കെ നബി തങ്ങളുടെ സുന്നത്തല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിന്റെ ഉറക്കത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ. പിന്നെ ഉറക്കം വരാത്ത കേസുന്നുണ്ട്, ഉറക്കത്തിന് ഗുളിക കുടിക്കേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ ചൊല്ലി കിടന്നു ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ. നിന്റെ മ്യൂസിക്കിലോ, നിന്റെ വാട്സാപ്പിലോ, നിന്റെ മൊബൈൽ ഫോണിലോ, നിന്റെ സ്ക്രീനിലോ, നിന്റെ ലാപ്ടോപ്പിലോ, നിന്റെ ഡെസ്ക്ടോപ്പിലോ, നിന്റെ ഹാൻഡ്ടോപ്പിലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ഒന്ന് ഖുർആൻ ഓതലാണ് ഓർമ്മ വരണം. 2 ഭക്ഷണം മിനിമം കഴിക്കുക, വയറ് നിറക്കാതിരിക്കുക. വയറിന്റെ 3-1 നിർത്താൻ പറ്റുമെങ്കിൽ അവിടെ നിർത്തുക. ഇത് ഭക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ട മര്യാദയാണ്. ഇനി പറഞ്ഞ 3 എണ്ണം: രാത്രി നിസ്കാരം, സുബഹിന്റെ മുമ്പ് അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കൽ, പിന്നെ വസുഹബത്തുസ് സ്വാലിഹീൻ, മുജാലത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ നടക്കുക. ഇത് 3ഉം കൂടെ ഒരു ചരിത്രത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി അൽ-ബസ്രി റളിയല്ലാഹു അൻഹു ബസറക്കാരിൽ കണ്ട പ്രഗൽഭനാണ്. അല്ലാഹുവിന്റെ സ്വാലിഹായ വലിയ സ്വാലിഹും മുത്തഖിയുമായിരുന്നു ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ശരിക്കും കേൾക്കുക. സമയം 12 കണക്കായല്ലോ. എപ്പോഴും പെണ്ണുങ്ങളെ കണ്ടവർ നോക്കണം. ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാരുണ്ടാവും. കണ്ണിനെ